പതിവ് പോലെ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല വന്നിട്ടുള്ളത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും എങ്ങനെ ഫ്രിഡ്ജിൽ നല്ല ക്ലീനായിട്ടും ഫ്രഷായിട്ടും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്നും ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ അടുക്കളയിലുള്ള ഭാരം ഒന്ന് കുറക്കാനും നമുക്ക് സഹായിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കള ഭാരം നന്നായിട്ട് കുറക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വലിയൊരു തലവേദന പിടിച്ച പണിയാണ് ഈ വെളുത്തുള്ളി തൊലിക്കുക എന്നുള്ളത്. അപ്പോൾ വെളുത്തുള്ളി തൊലിച്ച് നമുക്ക് കുറച്ച് പേസ്റ്റൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കള ഭാരം നന്നായിട്ട് കുറക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് വെളുത്തുള്ളി തൊലിക്കാൻ നമ്മൾ സാധാരണ ഇങ്ങനെ തൊലിക്കാറാണ് നമ്മൾ പതിവ്. പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഈ ഒരു കീറൽ കൊടുക്കാം സെൻട്രലായിട്ട്. പിന്നെ ആ ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നും ഇതുപോലെ തൊലി കളയുകയാണെങ്കിൽ നമ്മൾ വെളുത്തുള്ളി പെട്ടെന്ന് തൊലിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ സാധാരണ കുറച്ചൊക്കെ ഇതാക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ വേറെ രീതിയുണ്ട്, നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ചെയ്യണതാണ്. ഇതുപോലെ ഇല്ലിയായിട്ട് എടുത്തിട്ട് ഇതിൽ നല്ല എണ്ണയൊക്കെ തേച്ചിട്ട് വെയിലത്ത് വെക്കും. ഒരു ദിവസത്തെ വെയിലത്ത് വെച്ചിട്ട് പിന്നെ ഇതുപോലെ നല്ലെന്ന് വരുതി കളയുകയാണെങ്കിൽ തൊലി പെട്ടെന്ന് പോന്നിട്ടും. പക്ഷേ അതുകൊണ്ട് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വെളുത്തുള്ളി വാടിപ്പോവും. കാരണം വെയിലുള്ളതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളിയുടെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, പച്ച ടേസ്റ്റ്. അങ്ങനെ ഒരു പ്രശ്നം അതിൽ വരും. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ പിന്നെ ഇതുപോലുള്ള ടിന്നിലിട്ടിട്ട് നമ്മൾ സാധാരണ ചിലരൊക്കെ ഇങ്ങനെ ഷേക്ക് ചെയ്യലുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലി ഇളകി പോരുന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഈ ചെറിയ വെളുത്തുള്ളി ഇതുപോലെ ഷേക്ക് ചെയ്തെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. വെളുത്തുള്ളിയുടെ തൊലിയൊന്നും ഇളകി പോരുകയില്ല. പക്ഷേ ഗൾഫിലൊക്കെ കിട്ടുന്ന ടൈപ്പ് നാട്ടിലും കിട്ടാറുണ്ട്. ആ വലിയ ടൈപ്പ് വെളുത്തുള്ളി ഉണ്ടല്ലോ, അതാവുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ തൊലി കുറച്ചൊക്കെ ഇളകി പോരുക ചെയ്യും. പിന്നെ ഞാൻ എന്താണെന്ന് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഇല്ലികളായിട്ട് എടുത്തിട്ടിട്ട് ഏറ്റവും നല്ല ഇതാണ് ഇതുപോലെ നമ്മൾ നോർമൽ വാട്ടറിൽ ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കും, സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതങ്ങോട്ട് പൊളിച്ചിട്ടാൽ മതി. തൊലി പെട്ടെന്ന് കുതിർന്ന് പോരും. ചിലർ ഇതിൽ ചുടുവെള്ളം ഒഴിക്കൂട്ടോ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താലും നമ്മൾ വെളുത്തുള്ളീൻ്റെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. ആ പച്ചയുള്ള അതുണ്ടല്ലോ നഷ്ടപ്പെടും. ഇതുപോലെ കുറേ കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണ് സമയമുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ തൊളിക്കാൻ പെട്ടെന്ന് ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ തൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു കണ്ടെയ്നറിലായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. കുറേ ദിവസം ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ച് നമുക്ക് പേസ്റ്റായിട്ടും വെക്കാം. ഇപ്പോൾ ഞാൻ ഇഞ്ചി അതുപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പേസ്റ്റാക്കി വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും നോൺ വെജിൻ്റെ ഐറ്റംസ് എന്തെങ്കിലും ഏത് ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം പൊടിച്ച് തൊലിക്കാനൊന്നും നിൽക്കണ്ട. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് പകുതി എടുത്തിട്ട് പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. പകുതി എടുത്തിട്ട് പിന്നെ ഇതുപോലെ തൊളിച്ച വെളുത്തുള്ളിയും വെക്കുന്നുണ്ട്. കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസിൽ വെളുത്തുള്ളി കട്ട് ചെയ്തിടണമെങ്കിൽ നമുക്ക് അപ്പം പൊടിച്ച് തൊലിക്കേണ്ട ആവശ്യമില്ലല്ലോ. പേസ്റ്റ് ഇടാൻ പറ്റാത്ത ഐറ്റമൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പേസ്റ്റായിട്ടും വെക്കുന്നുണ്ട്, കുറച്ച് ഇതുപോലെ തൊളിച്ചിട്ട് അങ്ങനെയും വെക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി അതുപോലെ വെച്ചു. ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട്. പിന്നെ ഒന്നാമത് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഈർപ്പം പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ഒപ്പി കളയണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈർപ്പം ഉണ്ടായാൽ അത് പെട്ടെന്ന് കേടായി പോവും. ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി, തുണി വെച്ചെടുത്താലും മതി. ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ സ്പൂണിൻ്റെ അളവിലുള്ള ബോളുകളാക്കിയിട്ട് ഇതുപോലുള്ള ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ തൊളിച്ച് വെക്കാം. ചുവന്നുള്ളി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ അളവിലേ എടുത്തിട്ടുള്ളൂ. ഞാൻ സാധാരണ ഇതിലേറെ കൂടുതൽ ചെയ്യലുണ്ട്. ഒഴിവുള്ള സമയത്തൊക്കെയാണ് ഒരു 1/2 കിലോ വെളുത്തുള്ളി 1/2 കിലോ ചുവന്നുള്ളിയൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു 250 ഗ്രാമൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഒരു 100-150 ഗ്രാമേ വരുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരില്ല. ചുവന്നുള്ളിയും വലിയ ഉള്ളിയൊക്കെ തൊളിക്കുമ്പോൾ ആ സമയത്ത് ചിലർക്കെങ്കിലും എന്തായാലും കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ തൊളിച്ച് വെക്കുകയാണെങ്കിൽ. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ തൊലിക്കുന്നുണ്ട്. ഒരു 3-4 മണിക്കൂർ കുതിരണം കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ പോന്നു കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ തൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു ബോട്ടിലാക്കിയിട്ട്
നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ താളിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ അതും ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലയും കറിവേപ്പിലയും ഞാൻ ഇതുപോലെ പെട്ടെന്ന് വെജിറ്റബിൾസ് വാങ്ങിയപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ കവറിലാക്കിയിട്ട് ഇതുപോലുള്ളൊരു ഇതിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വെക്കുകയാണ്. ഇങ്ങനെ വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. ഇത് കറിവേപ്പിലയും ഉണ്ട്, ഇതിൽ മല്ലിയിലയും ഉണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കറിവേപ്പില എടുത്തിട്ട് ഇതിൽ നിന്ന് ഊരിയെടുക്കണം. ലീഫായിട്ട് വേറെ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി എടുത്തിക്കുന്നില്ല, അതിനൊരു 1/4 ഭാഗം എടുത്തിട്ട് ഞാൻ അത് കഴുകിയിട്ട് വേറൊരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് ഫ്രിഡ്ജിൽ. കാരണം നമുക്ക് പെട്ടെന്ന് കറിയിലേക്കൊക്കെ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് കഴുകലൊക്കെ ബുദ്ധിമുട്ടായും. പിന്നെ മുഴുവൻ കഴുകി വെച്ചാലാണ് ഇത് പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും. കഴുകി വെച്ചാൽ എന്തായാലും 4 ദിവസം 5 ദിവസം ഫ്രഷിൽ നിൽക്കുള്ളൂ. 5-ാം ദിവസം തന്നെ അത് കേടായി തുടങ്ങും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് കഴുകിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന പെട്ടെന്നൊക്കെ കടുകൊക്കെ വറുക്കുന്ന സമയത്തൊക്കെ കറിവേപ്പില ഇടാൻ നല്ല സുഖമായിരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ നമ്മൾ വെജിറ്റബിൾ വാഷ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് വെക്കുകയാണ്. കുറച്ച് കറിവേപ്പില അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് വെക്കുകയാണ്. അത് ഒരു 4-5 ദിവസത്തേക്കുള്ള ആവശ്യമുള്ള കറിവേപ്പില മാത്രമേ എടുക്കുന്നുള്ളൂ. ഏറി വന്നാൽ ഒരാഴ്ച അത്രേ നിൽക്കുള്ളൂ കേട്ടോ. അത് എത്ര നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത്രേ നിൽക്കുള്ളൂ. കഴുകാതെ വെച്ചാൽ 1 മാസം വരെ കേടുകൂടാതിരിക്കലുണ്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ കഴിയുമ്പോൾ കുറച്ച് എടുത്തിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ചെയ്യാറാണ് പതിവ്. ഇനിയിപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം ഇത് ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം വാർന്നതിന് ശേഷം ഞാൻ ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ടിഷ്യൂ പേപ്പറിൽ കിടക്കട്ടെ. അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലൊന്നും വെക്കണം, നല്ലൊരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് സാവധാനം കിടന്ന് ഉണങ്ങിക്കോളും. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് നല്ല ഉണങ്ങിയെന്ന് തോന്നിയിട്ട് ശേഷം ഇതുപോലെയുള്ള വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഇനി മല്ലിയിലയാണ്. മല്ലിയില ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ വേരിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയും. ഇതെന്നിട്ട് ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് നിറച്ചിട്ട് അതിൽ കുത്തി കൊടുത്താൽ ഇതിൽ നിന്ന് മുള പൊട്ടി വരും. നമുക്ക് വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിനുള്ള മല്ലിയിലൊക്കെ കിട്ടും. ഇത് അങ്ങനെ മണ്ണിലെവിടെയെങ്കിലും വെച്ചാൽ മതി, ചട്ടിയിലെവിടെയെങ്കിലും വെച്ചാൽ മതി. അതിന് ശേഷം വരുന്ന മല്ലിയില ഇതുപോലുള്ളൊരു ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇതും കറിവേപ്പില ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്ന് പകുതി ഭാഗം എടുത്തിട്ട് ഞാൻ കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. ഇതുപോലെ വെജിറ്റബിൾ വാഷ് ഒഴിച്ചിട്ട് അതിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ് 10 മിനിറ്റ് സമയം. കാരണം മല്ലിയിലയൊക്കെ എന്തൊക്കെ കീടനാശിനികൾ അടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്കിതൊരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാം. അപ്പോൾ ഞാനിത് ഷോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഷോക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം റണ്ണിങ് വാട്ടറിൽ ഒരു 5-6 പ്രാവശ്യം കഴുകുന്നത് നല്ലതാണ്. അതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിൽ വാരാനായിട്ട് വെക്കുക. അത് ഞാൻ ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇത് ഞാൻ ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറിൽ വെക്കുന്നുണ്ട്. ഒരു 5-6 തവണ റണ്ണിങ് വാട്ടറിൽ കഴുകിയതിന് ശേഷമാണ്, വെള്ളം വാർന്നതിന് ശേഷമാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. ഞാൻ ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിനെടുത്തിട്ട് കറിയിലേക്ക് ഇടുന്ന പണിയേ ഉള്ളൂ. നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഒരു ഇതായിരിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല എളുപ്പമായിരിക്കും. അടുക്കള ഭാരം നന്നായിട്ട് കുറക്കാൻ പറ്റും. നമുക്ക് ആ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ഭാരം കുറഞ്ഞ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ അടിയിലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത മല്ലിയില ഇട്ടിട്ട് ഇതുപോലെ അടച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇനി അടുത്തത് തക്കാളിയാണ്. തക്കാളി കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ വാഷ് വെച്ച് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ 10 മിനിറ്റിന് ശേഷം എടുത്തിട്ട് പിന്നെ ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഒക്കെ ഈർപ്പം കളഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. നമുക്ക് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ കഴുകേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. നമുക്ക് എളുപ്പമാണ്. ഇത് ഞാൻ കിച്ചൺ ടവലിൽ
മുകളിലായിട്ട് വെക്കുകയാണ് തക്കാളി. ഈർപ്പം ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോകും, നമ്മളെ തക്കാളിയുടെ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെടും. ഞാൻ ഇതുപോലത്തെ ഒരു ട്രേയിൽ അടിയിൽ ഇതുപോലത്തെ നല്ല കോട്ടൻ്റെ ഒരു തുണി വിരിച്ചിട്ട് അതിലാണ് തക്കാളി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രേ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫ്രിഡ്ജിൽ നല്ല സ്പേസ് ഉണ്ടാവും, കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും ഇങ്ങനത്തെ ഇതുപോലുള്ള ട്രേകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് ഇത്. ഞാൻ 1-2 സൂപ്പർ മാർക്കറ്റിൽ കണ്ടത് വാങ്ങിയതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടൺ തുണി വെച്ചെടുക്കുക. കാരണം മുകളിൽ നിന്നുള്ള ആ തണുപ്പ് ഡയറക്റ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള കോട്ടൺ തുണി ആയാലും അതിൻ്റെ ഈർപ്പം വലിച്ചെടുക്കുകയും ചെയ്യും. ഇനി ലെമണും അതുപോലെ തന്നെ കഴുകിയതിന് ശേഷം ഈർപ്പം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇതുപോലുള്ളൊരു ട്രേയിലാണ് വെക്കുന്നത്. ഇത് നമ്മളെ ഫ്രിഡ്ജിൻ്റെ റാക്കിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ്, വലിക്കുന്നൊരു ട്രേ ആണ്. ഇതാകുമ്പോൾ നല്ല സ്പേസിന് നല്ല സുഖമാണ് ഇത് ചെയ്യാൻ. ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ എങ്ങനെ വെക്കുന്നതെന്ന് പിന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതുപോലുള്ള തുണിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തുണി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി പച്ചമുളക് എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. പച്ചമുളകും അതുപോലെ തന്നെ വെജിറ്റബിൾ വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം ഞാൻ ഉണങ്ങാനായിട്ട് കിച്ചൺ ടവലിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് നെട്ടി ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ഈ ട്രേയിൽ ആദ്യം യൂസ് ചെയ്തിരുന്ന പച്ചമുളക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ആദ്യം എടുത്തിട്ട് ഒരു വേറെ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഈ ട്രേയിൽ ആ തുണി തന്നെ വിരിക്കുകയാണ്. ഇപ്പോൾ ആ തുണി നിങ്ങൾക്ക് ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കൊക്കെ ചെയ്യാം. തുണിയാകുമ്പോൾ അങ്ങനെ ഒരു മെച്ചമുണ്ട്, നമുക്കത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. ടിഷ്യൂ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്യാം. ടിഷ്യൂ ഇല്ലെങ്കിൽ ഇതുപോലെ കോട്ടൺ തുണി യൂസ് ചെയ്യുന്ന എത്രയും ബെറ്റർ. കാരണം ടിഷ്യൂ പെട്ടെന്ന് തന്നെ ഈർപ്പം വന്നാൽ നനഞ്ഞിട്ട് കുതിർന്ന് പോകും. അപ്പോൾ നമ്മൾ ആദ്യം പുതിയ പച്ചമുളക് ഇട്ടിട്ട് മുകളിലായിട്ട് നമ്മൾ പഴയ ആദ്യം ഉണ്ടായിരുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു. നമുക്ക് ആദ്യം എടുക്കുമ്പോൾ പഴയ പച്ചമുളക് യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ വെണ്ടയ്ക്ക. അപ്പോൾ ഇതും അതുപോലെ തന്നെ കഴുകിയിട്ട് ഇതുപോലുള്ള ഒരു റാക്കിലാക്കിയിട്ട് ഞാൻ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി വെച്ച സെയിം പോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി അടുത്തത് പയറാണ്. പയർ, ബീൻസൊക്കെ അങ്ങനെ തന്നെ ഒക്കെ വെജിറ്റബിൾ വാഷ് ഇട്ടിട്ട് കഴുകിയിട്ട് ഇതുപോലെ കോട്ടൺ തുണി കിച്ചൺ ടവലിലിട്ടിട്ട് ഉണക്കാൻ വെച്ചിട്ട് ഇത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇതുപോലുള്ളൊരു കണ്ടെയ്നറിലിട്ടിട്ട് കട്ട് ചെയ്തിട്ട് അടിയിൽ തുണി വെച്ചു, മേലെയും തുണി വെച്ചു. ഇനി ഇത് ഞാൻ അടച്ച് വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ വലിയ ഉള്ളി വെക്കാറുള്ളത്. നമ്മളെ സവാള ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റോർ ചെയ്യലാണ് പതിവ്. സവാള ഞാൻ ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ തൊലി കുതിർന്ന് പോരും. ഇതുപോലെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും തൊലി. പിന്നെ കണ്ണിൽ നിന്നൊന്നും വെള്ളം വരില്ല. ഇനി ഇത് തൊലിച്ചിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക. ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടും വെക്കാറുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് അധികം വെക്കാറില്ല. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ്. നമുക്ക് കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിൽ കിടന്ന് നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ കണ്ണിൽ നിന്നൊന്നും വെള്ളം വരില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പയറിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഉള്ളി വെക്കുന്നത്. ഇത് വലിയൊരു കണ്ടെയ്നറാണ്. അപ്പോൾ നമ്മൾ ഉള്ളി എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇത് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിലത്തെ റാക്കൊക്കെ എടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഞാൻ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ റാക്കൊക്കെ എടുത്ത് കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട് ഉണക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഡോറിലുള്ളതാണ് കാണിക്കുന്നത്. മുകളിലായിട്ട് ഞാൻ മുട്ടയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ പാൽ ഐറ്റംസ്, അങ്ങനത്തെ കേക്കിനുള്ള വാനില എസൻസ്, കളറുകൾ, അങ്ങനത്തെ ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഡോറിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഇതൊക്കെയാണ്. പിന്നെ ഇത് വാൾനട്ട്, ഏലക്ക, ഒലീവ്സ്, തേന്. പിന്നെ അടിയിൽ സാധാരണ വെള്ളമാണ് വെക്കാറുള്ളത്, ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാനുള്ള വെള്ളം, തണുത്ത വെള്ളത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് നമ്മൾ സാധാരണ വെച്ചിട്ടുള്ളത്. ഒക്കെ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുകളിലായിട്ട് ഈ ഒരു പോർഷൻസിൽ ഞാൻ വെച്ചിട്ടുള്ളത് നട്ട്സുകളാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ ഓനിയനും പയറും കട്ട് ചെയ്തതുമാണ്. ആ ബോക്സാണിത്.
ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ ഒതുങ്ങി നിന്നോളും. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല മറ്റേ റാക്കുകൾ കുറഞ്ഞ ഷേപ്പ്. ഇതിൽ തക്കാളി ഉണ്ട്, തക്കാളിയൊക്കെ നമുക്ക് എളുപ്പം കിട്ടാനുള്ളതുകൊണ്ട് മുകളിൽ വെച്ചാൽ അതിൻ്റെ താഴെ ലേഡീസ് ഫിംഗർ അതായത് വെണ്ടക്ക. പിന്നെ ഇത് മുകളിൽ ഇതുണ്ട് ഓരോരോ വെജിറ്റബിൾസാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളെ ആ ട്രേ പച്ചമുളക് ലെമണൊക്കെ ഉള്ള ആ ട്രേ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ലീഫിൻ്റെ അതാണ് കറിവേപ്പിലാണിത്. പിന്നെ ഞാൻ എൻ്റെ അടിഭാഗത്ത് മല്ലിയിലൻ്റെ ആ ബോക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില കഴുകിയതും ഇത് വെളുത്തുള്ളിയുടെ ആ ബോക്സാണ്. ഇങ്ങനെയുള്ള ടൈപ്പ് ഇതൊക്കെ ഈ റാക്കിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റാക്കിൽ സ്പൈസസ് ആണ്, ഏലക്ക, ഗ്രാമ്പു, ബേ ലീവ്സ് അങ്ങനത്തെ ഐറ്റംസാണ് അതിൽ ഇടാറുള്ളത്. പിന്നെ അതിൻ്റെ താഴെയുള്ളത് ഫുഡ് ഐറ്റംസാണ് കൂടുതലായിട്ട് വെക്കാറുള്ളത്. ഇത് തേങ്ങ പൊട്ടിച്ചതാണ് ബാക്കിയുള്ളത്. പിന്നെ ഏറ്റവും താഴെയുള്ള റാക്കിൽ ഞാൻ ഫുഡ് ഐറ്റംസ് ബാക്കിയുള്ള കറികൾ, പാല് അങ്ങനത്തെ ഒക്കെ വെക്കുന്നത്. ഫ്രീസറാണ്. ഫ്രീസറിൽ പിന്നെ ഇത് വൈറ്റ് പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ അങ്ങനത്തതൊക്കെ ആണ് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഏലക്കാപ്പൊടി, പിന്നെ ഇതുണ്ട് കുങ്കുമപ്പൂവ്, ഇത് വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ട്. അങ്ങനത്തതൊക്കെയാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ബട്ടർ, പിന്നെ ഇതൊക്കെ ഐസ്ക്രീമും അതും ഇതൊക്കെയാണ്. പിന്നെ സാധാരണ നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ ഒക്കെ ഉണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബട്ടർ അങ്ങനത്തെ ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ ഫ്രിഡ്ജിന് താഴ്ഭാഗത്ത് ഇപ്പോഴത്തെ ട്രേ ആണ്. ഇതിൽ ഞാൻ പിന്നെ ഫ്രൂട്ട്സാണ് സ്റ്റോർ ചെയ്യൽ. അപ്പോൾ ഇതിൽ ഒരു വത്തക്ക ഉണ്ട്, പിന്നെ മാങ്ങ, ഇതൊക്കെ ഇതുപോലത്തെ റാക്കുകളിലാണ് സ്റ്റോർ ചെയ്യൽ. അപ്പോൾ അങ്ങനെ എളുപ്പം നമുക്ക് കിട്ടും. ഇതൊക്കെ കഴുകിയതിന് ശേഷം തുടച്ചതിന് ശേഷം വെച്ചിട്ടുള്ളതാണ്. ഇത് മുന്തിരിയാണ്. മുന്തിരി അതുപോലെ തന്നെ കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു തുണി വെച്ചിട്ട് ഓരോരോ മുന്തിരിയായിട്ട് ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതിന് നെട്ടൊക്കെ ഒഴിവാക്കിയതിന് ശേഷം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഫ്രൂട്ട്സൊക്കെ എടുക്കാനൊക്കെ എളുപ്പമാവും. ഒരു ശരിക്കും കഴുകാതെയൊക്കെ ആവും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുക. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഹെൽപ്പാവും. ഇനിയിപ്പോൾ അവർ ഒന്ന് കഴുകിയാലും കുഴപ്പമില്ല. ഇനി അവർ കഴുകുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അപ്പം തന്നെ കഴിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ മുൻകൂർ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് പറയേണ്ട ആവശ്യമില്ല കഴുകിയിട്ട് കഴിക്കുന്നൊക്കെ. അപ്പോൾ അത് നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെ നന്ദി.